ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആരംഭിച്ച വർഷം എന്നാണ്? ഉത്തരം 1974 ജൂൺ 5. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം? ഉത്തരം ആറളം വന്യജീവി സങ്കേതം. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം യൂജിൻ പി. ഓഡ്. കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക ഏത്? ഉത്തരം മൈന. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? ഉത്തരം മലബാറിലെ സസ്യങ്ങൾ. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മസ്നോബു ഫുക്കുവോക്ക. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം തണ്ണീർത്തടങ്ങൾ. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം വന്നത് ഏതു വർഷം? ഉത്തരം 1986. 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. കേരളത്തിലെ ജൈവ ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി ജില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനം ഉള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. സാല വൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ദുംഗ ദേശീയോദ്യാനം, ഉത്തരാഖണ്ഡ്. ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷം? ഉത്തരം 1952. 2020 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം ഏത്? ഉത്തരം കൊളംബിയ. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം KM മുൻഷി. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കല്ലേൻ പോക്കൂടൻ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഉത്തരം പഞ്ചാബ്. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? ഉത്തരം കൊല്ലം ജില്ലയിലെ തെന്മല. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ജൈവമണ്ഡലം, ബയോസ്ഫിയർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഉത്തരം ഏണസ്റ്റ് ഹെയ്ക്കൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.